35-ാമത്തെ അധ്യായം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് 1. നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമായത് നിയമം പാലിക്കുന്നത്. സമാധാന ബലിക്ക് തുല്യമായത് കൽപ്പനകൾ അനുസരിക്കുന്നത്. കൽപ്പനകൾ അനുസരിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? സമാധാന ബലിക്ക്. ദാനബലിക്ക് തുല്യമായത് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത്. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? ദാനബലിക്ക്. കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നത് ഭിക്ഷ കൊടുക്കുന്നവൻ. കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് ദുഷ്ടതയിൽ നിന്ന് ഒഴിയുക. എന്താണ് പാപപരിഹാര ബലി? അനീതി വർജിക്കുക. വെറും കൈയോടെ ഡാഷിനെ സമീപിക്കരുത്. കർത്താവിനെ. ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് നീതിമാന്റെ ബലി. നീതിമാന്റെ ബലി അഭിഷേകം ചെയ്യുന്നത് ബലിപീഠത്തെ. വിസ്മരിക്കപ്പെടാത്തത് നീതിമാന്റെ ബലി. സന്തോഷത്തോടെ കൊടുക്കേണ്ടത് ദശാംശം. ഡാഷ് നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ. ആർക്കാണ് കൈക്കൂലി കൊടുക്കരുതാത്തത്? കർത്താവിന്. അനീതിപൂർവമായ ഡാഷിൽ ആശ്രയിക്കരുത്. ബലിയും. ആരാണ് പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ? കർത്താവ്. ആരുടെ പ്രാർത്ഥനയാണ് അവിടുന്ന് കേൾക്കുമെന്ന് പറയുന്നത്? തിന്മയ്ക്ക് വിധേയനായവൻ്റെ. ആരുടെ പ്രാർത്ഥനയാണ് അവഗണിക്കാത്തത്? അനാഥൻ്റെ. ആരുടെ പരാതികളാണ് അവഗണിക്കാത്തത്? വിധവയുടെ. ആരാണ് സ്വീകാര്യനായിട്ടുള്ളത്? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നത്? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നത്? വിനീതൻ്റെ. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നത് വരെ പിൻവാങ്ങാത്തത് ആര്? വിനീതൻ. കർത്താവ് അരക്കെട്ട് തകർക്കുന്നത് ആരുടെയാണ്? നിർദ്ദയൻ്റെ. കർത്താവ് പകരം വീട്ടുന്നത് ജനതകളോട്. നിർമ്മാണം ചെയ്യുന്നത് ധിക്കാരികളുടെ കൂട്ടത്തെ. ആരുടെ ചെങ്കോലാണ് തകർത്ത് കളയുന്നത്? അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. മനുഷ്യന് പ്രതിഫലം നൽകുന്നത് അവൻ്റെ പ്രവൃത്തിക്കൊത്ത്. പ്രയത്നങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് വൈഭവത്തിനനുസരിച്ച്. തൻ്റെ ജനത്തിൻ്റെ പരാതികൾ വിധി കൽപ്പിച്ച് തൻ്റെ ഡാഷിൽ അവരെ ആനന്ദിപ്പിക്കും. കരുണയിൽ. കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമായിരിക്കുന്നത് കഷ്ടതയിൽ. അധ്യായം 36. ഇസ്രായേലിന് രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏത് അധ്യായത്തിലാണ്? 36. ആർക്കെതിരെയാണ് കരം ഉയർത്തേണ്ടത്? അന്യജനതകൾക്കെതിരെ. 3-ാമത്തെ ക്വസ്റ്റ്യൻ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് പ്രകടമാക്കേണ്ടത് അവിടുത്തെ കരബലം. ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത് എങ്ങനെ? കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച്. ജനം പ്രകീർത്തിക്കേണ്ടത് അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ. ആരാണ് നാശമടയേണ്ടവർ? ജനത്തെ ദ്രോഹിക്കുന്നവർ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്നവർ ആരാണ്? ശത്രു രാജാക്കന്മാർ. ആരുടെ ഗോത്രങ്ങളാണ് ഒരുമിച്ച് കൂട്ടേണ്ടത്? യാക്കോബിൻ്റെ ഗോത്രങ്ങളെ. യാക്കോബിൻ്റെ ഗോത്രങ്ങൾ ഒരുമിച്ച് കൂട്ടി അവർക്ക് നൽകേണ്ടത് അവരുടെ അവകാശം. ആദിജാതനെ പോലെ പരിഗണിച്ചത് ഇസ്രായേൽ. അവിടുത്തെ വിശ്രമ സങ്കേതം ജെറുസലേം. അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് നിറയ്ക്കേണ്ടത് സിയോനെ. അവിടുത്തെ മഹത്വം കൊണ്ട് നിറയ്ക്കേണ്ടത് ആലയത്തെ. ആർക്കാണ് സാക്ഷ്യം നൽകേണ്ടത്? ആദ്യ സൃഷ്ടികൾക്ക്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നൽകേണ്ടത് പ്രതിഫലം. ആരുടെ വിശ്വാസതയാണ് തെളിയേണ്ടത്? പ്രവാചകന്മാരുടെ. വ്യാജവാക്ക് തിരിച്ചറിയുന്നത് സൂക്ഷ്മബുദ്ധി. സൂക്ഷ്മബുദ്ധി എന്ത് തിരിച്ചറിയുന്നു? വ്യാജവാക്ക്. ദുഃഖം വിതയ്ക്കുന്നത് കുടിലബുദ്ധി. കുടിലബുദ്ധി വിതയ്ക്കുന്നത് ദുഃഖം. പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് സ്ത്രീയുടെ സൗന്ദര്യം. മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയായിട്ടുള്ളത് സ്ത്രീയുടെ സൗന്ദര്യം. സ്ത്രീയുടെ ഭാഷണം ഡാഷും നിറഞ്ഞതാണെങ്കിൽ, വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഭാര്യ. നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ആര്? ഭാര്യയില്ലാത്തവൻ. അധ്യായം 37. മരണതുല്യമായ ദുഃഖമെന്ത്? സ്നേഹിതന് ശത്രുവായി മാറുന്നത്. ഐശ്വര്യകാലത്ത് അവഗണിക്കാത്തത് സ്നേഹിതന്. ആരാണ് മാർഗനിർദ്ദേശം നൽകുന്നത്? എല്ലാ ഉപദേശകരും. നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. ആരോട്? അസൂയാലുവിനോട്. ആരുടെ ഉപദേശമാണ് സ്വീകരിക്കേണ്ടത്? നിന്റെ ഹൃദയത്തിൻ്റെ. ഗോപുരത്തിന് മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്നവരെക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് സ്വന്തം ഹൃദയം. സത്യമാർഗത്തിൽ നിന്ന് നയിക്കുന്നത് ഡാഷിനോട്, പ്രത്യേകിച്ച് അത്യുന്നതനോട്. എല്ലാ പ്രവൃത്തിയുടെ ആരംഭം ചിന്ത. എല്ലാ ആലോചനയുടെയും തുടർച്ച ഉദ്യമവും. ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നത് ചിന്ത. ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നത് ചിന്തയുടെ 4 ശാഖകൾ: നന്മയും തിന്മയും ജീവനും മരണവും. നന്മയും തിന്മയും ജീവൻ്റെ മരണത്തിന് നീന്താവ് നാവ്. വാചാലതയുള്ളവൻ്റെ അനുഭവം പട്ടിണി. കർത്താവ് അനുഗ്രഹിക്കാതിരുന്നത് ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട്. താൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം എവിടെയാണ് ഒതുങ്ങുന്നത്? അവൻ്റെ വാക്കുകളിൽ. സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ജ്ഞാനി. ജ്ഞാനിയുടെ മേൽ കുന്നുകൂടുന്നത് സ്തുതി. കാണുന്നവരെല്ലാം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് ജ്ഞാനി. ആരുടെ ദിനങ്ങളാണ് സംഖ്യാതീതം? ഇസ്രായേലിൻ്റെ. സ്വജമന മധ്യ ആദരം നേടുന്നത് ജ്ഞാനി. ആരുടെ നാമമാണ് അനശ്വരമാകുന്നത്? ജ്ഞാനിയുടെ. അതിര് കഴിഞ്ഞാൽ അഭിനിവേശം അരുതാത്തത് ആഡംബരത്തിൽ. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. രോഗത്തിന് കാരണമാകുന്നത് അമിത ആഹാരം. ദഹനക്ഷയം ഉണ്ടാകുന്നത് അമിത ഭോജനം. അനേകരുടെ മരണത്തിനിടയാക്കിയത് അമിത ഭോജനം. അനേകരുടെ മരണത്തിന് കാരണം അമിത ഭോജനം.